അല്ലാഹുവേ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഖബറടക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കരങ്ങൾ മരിക്കുമ്പോൾ ആരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അവരെ സ്വർഗത്തിലും കൂട്ടുകാരാക്കണേ അല്ലാ. പള്ളിയുടെ മുന്നിൽ പോയി നിന്നിട്ട് സംഘടനകൾക്ക് അപേക്ഷ കൊടുത്തിട്ട് പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഇസ്സത്ത് നീ നിലനിർത്തണേ റഹ്മാനെ. ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ ഞങ്ങൾ ആരെയും നീ മുനാഫിഖീങ്ങളിൽ പെടുത്തരുത്. നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ കാഫിറിനല്ല മുനാഫിക്കിന്. ഞങ്ങളെ നീ കാക്കണേ. ഞങ്ങളുടെ ഈമാൻ നീ ഉറപ്പിക്കണേ അല്ലാ. വെറും നാവിലെ ഈമാനല്ല, ഹൃദയത്തിൽ ഈമാൻ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ഈമാനിന്റെ പ്രകാശം ഞങ്ങളുടെ മുഖത്ത് നീ പ്രകാശിപ്പിക്കണേ അല്ലാ. തഖ്വയുള്ള ഒരു ജീവിതം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ സ്വർഗം ചോദിക്കാൻ ഞങ്ങൾക്ക് ആർക്കും യാതൊരു അർഹതയുമില്ല. എങ്കിലും ഈ പാതിരാത്രി ഇത്രയും നേരം ഇവിടെ ഇരുന്നത് നിനക്ക് വേണ്ടിയാ അല്ലാ. ഇതിന് പകരമെങ്കിലും നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ പ്രവാസികൾ വല്ലാത്ത പ്രയാസത്തിലാണ്. ങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. ഒരുപാട് വേദന സഹിച്ചു റബ്ബേ, ഇനിയും വേദനിപ്പിക്കല്ല റബ്ബേ, അറുത്തു മുറിക്കല്ല റബ്ബേ, കണ്ണുനീര് കുടിപ്പിക്കല്ല റബ്ബേ. നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ. മരണവേദന കുറച്ചു കൊടുക്കണേ അല്ലാ. കടലായ ദയാലുവായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ നീ ഇഷ്ടപ്പെടാത്ത ഒരാള് പോലും ഈ മജ്‌ലിസിൽ റഹ്മാനെ ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം പടച്ചോനെ. ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്ത പാപം മുഴുവനും നീ പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ഹാജിയെ പോലെ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാ. നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. നീ ഞങ്ങളെ ആട്ടി ഓടിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ് റഹ്മാനെ. അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല പടച്ചോനെ. നീ അവർക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഖബർ വിശാലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. രോഗം പിടിച്ച് വീടിനകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. അല്ലാഹുവേ പടച്ചവരെ ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ. മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗമുള്ളവരുണ്ട് പടച്ചവനെ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. നീ ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ലാ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. നോക്കി നോക്കി മടുത്തു ഉമ്മയും വാപ്പയും മരിക്കാൻ വേണ്ടി മക്കള് ദുആ ചെയ്യുന്ന അവസ്ഥ വരെ നീ ഞങ്ങളെ എത്തിക്കല്ല അല്ലാ. അല്ലാഹുവേ എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഈമാനുള്ള മരണം നൽകണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. നിങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ ഇവിടുത്തെ ഖതീബ് ഉസ്താദ് അല്ലാഹു പ്രിയപ്പെട്ട ഗുരുനാഥനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഈ സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാര് പടച്ചവനെ മുശാവറങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും
കൊടുക്കണേ പടച്ചവനെ. അല്ലുലമാഹു വറസത്തുൽ അംബിയായിൽ നീ പെടുത്തണേ പടച്ചവനെ. അവരുടെ ഖിദ്മത്തുകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ പ്രായമുള്ള ഉപ്പമാർ ഇത്രയും നേരം ഇവിടെ ഇരുന്നു നീ ആഫിയത്തും ദീർഘായുസും നല്ല മരണവും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ സഹോദരങ്ങളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ പടച്ചവനെ. ഈ ചെറുപ്പക്കാരെ നീ കൈവിടല്ലേ റഹ്മാനെ. നല്ല ജീവിതവും നല്ല ഇണകളെ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, വിദ്യാർത്ഥികൾ അനുസരണയുള്ള മക്കളാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, മാസങ്ങളായി രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുന്ന ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ റഹ്മാനെ. ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ പടച്ചവനെ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ റഹ്മാനെ. പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, എന്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ അല്ലാ. നീ കൈവിടല്ലേ അല്ലാ. ഒരുപാട് വേദന സഹിച്ചവരായി ഇനിയും നീ വേദനിപ്പിക്കല്ല റബ്ബേ. അറുത്തു മുറിക്കല്ല റബ്ബേ. കണ്ണുനീര് കുടിപ്പിക്കല്ല റബ്ബേ. നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മൈക്രോസെറ്റിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. ക്യാമറയുടെ പ്രവർത്തകൻ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവന്റെ ദഅവത്ത് സ്വീകരിക്കണേ പടച്ചവനെ. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ആഖിബത്ത് നന്നാക്കണേ പടച്ചവനെ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാനെ. സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ നാട്ടുകാരായ പ്രവാസികളായ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ജീവിത മാർഗത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ ജോലിയിൽ സ്ഥിരത നൽകണേ അല്ലാ. സ്ഥലം കൊടുത്തവർ, സൗകര്യം ചെയ്തവർ, പരിശ്രമിച്ചവർ, ചായ കൊടുത്തവർ, അല്ലാ, എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, ഒരേക്കർ സ്ഥലം പടച്ചവനെ നിന്റെ ഇൽമു പഠിപ്പിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനം പടിയാൻ പടച്ചവനെ 5ഉം 10ഉമായി പടച്ചവനെ തന്നവരുണ്ട് റഹ്മാനെ. എല്ലാവരെയും നിനക്കറിയാം പടച്ചവനെ. അല്ലാഹുവേ, നീ അവരെ കൈവിടല്ലേ തമ്പുരാനെ. ഖുർആനിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ പടച്ചവനെ. ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ പടച്ചവനെ. നീ കൈവിടല്ലേ തമ്പുരാനെ. എത്രയും പെട്ടെന്ന് ഈ പള്ളിയുടെ മുമ്പിൽ ഒരു സ്ഥാപനം പണിയാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കണേ അല്ലാ. ഹാഫിളീങ്ങളെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഓരോ കുടുംബത്തിനും ഒരു ഹാഫിദിനെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഭക്ഷണം തന്ന കുടുംബം നീ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ തമ്പുരാനെ. ഹൗദൽ കൗസർ കൊടുത്ത് അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഷഹീർ ബദരിയെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, പൊന്നുമോനെ ഹാഫിളാക്കി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, സുൽഫിയെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, ജാബിർ എന്ന സഹോദരൻ, അല്ലാഹുവേ നീ ഖൈർ നൽകണേ പടച്ചവനെ. അവന്റെ ട്രാവൽസിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അവന്റെ പൊന്നുമോന്റെ രോഗങ്ങൾക്ക് നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ നീട്ടിയ കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ല അല്ലാ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലോ പടച്ചവനെ. ജീവിച്ചു കൊതി തീർന്നിട്ടില്ല ഞങ്ങളുടെ ഭാര്യയെ നീ ചെറുപ്പത്തിലെ വിധവകളാക്കല്ലോ പടച്ചവൻ. അല്ലാഹുവേ, ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നു. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കല്ലേ അല്ലാ. അങ്ങനെ ഒരു പരീക്ഷണം തരല്ലേ അല്ലാ. മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല തമ്പുരാനെ. അല്ലാഹുവേ, ആരുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വരുത്തല്ല പടച്ചവനെ. അല്ലാഹുവേ, ഈ പള്ളിക്ക് വേണ്ടി 5 നയാ പൈസ ആരൊക്കെ തന്നവരുണ്ടോ നീ അവരെ കൈവിടല്ലേ റഹ്മാനെ. മരിക്കുമ്പോ അതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ കൈവിടല്ലേ റഹ്മാനെ. സ്വർഗത്തിന്റെ അവകാശികളിൽ നീ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പയും ജ്യേഷ്ഠനും ഭാര്യ പിതാവും ഖബറിലാണ്, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എന്റെ ഉമ്മാന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. കൂടപ്പിറപ്പുകളെയും കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, എന്റെ ഭാര്യയും എന്റെ മക്കളും എനിക്ക് സ്വർഗം വാങ്ങിത്തരുന്നവരാക്കണേ അല്ലാ. എന്റെ പൊന്നുമക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ പടച്ചവനെ. ഈ ശബ്ദം നീ നിലനിർത്തണേ പടച്ചവനെ. അഹങ്കാരം തരല്ലേ റഹ്മാനെ. ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ പൊറുക്കണേ തമ്പുരാനെ. ഒരുപാട് രോഗങ്ങളുണ്ട്, അറുത്തു മുറിക്കല്ല പടച്ചവനെ. ശിഫ നൽകണേ തമ്പുരാനെ. ദുആയ്ക്ക് ഇജാബത്ത് നൽകണേ തമ്പുരാനെ. ഇസ്സത്ത് നിലനിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഖുർആനും ഹദീസും പറഞ്ഞ് അർത്ഥം പറയുന്നവനാ. പിഴവുകളൊക്കെ നിന്റെ കരുണ
കരുണ കൊണ്ട് നീ പൊറുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവരെ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് പിരിയുകയാ. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ ദുആ അവസാന ദുആക്കല്ലേ അല്ലാ. ഇത് അവസാന രാത്രിയാക്കല്ലേ അല്ലാ. ഇത് അവസാന മജ്ലിസാക്കല്ലേ അല്ലാ. ഇത് ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണെങ്കിൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ പടച്ചോനെ. തൗബയാക്കണേ റഹ്മാനെ. തൗബയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ നീട്ടിയ കയ്യെ നീ തട്ടിക്കളയല്ല റബ്ബേ. അല്ലാഹുവേ ഈ വഅദ് കേൾക്കാമെന്ന ഒരാൾക്കും ഒരു പ്രയാസവും നീ വരുത്തല്ല പടച്ചവനെ. രോഗികളാക്കി കിടത്തല്ലേ റഹ്മാനെ. ഇബാദത്തിന് തടസ്സം വരുന്ന ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ ദുആയെ നീ കബൂലാക്കണേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.